Hello my students, good morning. I am your new teacher in biology. My name is Fashiba. Okay, so നമ്മുടെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെൻസേഷൻ ആൻഡ് റെസ്പോൺസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഓൾ ആർ യു റെഡി? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ലുക്ക് അറ്റ് ദി പിക്ചർ. There are so many experiences. Is it? What are they? Yes, that's a child tasting a mango. Birds are flying when making sound. A snail withdrawing its body into its shell when it touches. So there are so many experience. Okay, എന്തായിരിക്കും നമ്മൾ ഓരോന്നിനോട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കാരണം? എന്തൊരു സംഭവത്തിനോട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഇൻ കേസ് ഈ പിക്ചർ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതിനൊക്കെയാണ് നമ്മൾ റെസ്പോൺസ് ചെയ്യുന്നത്. യെസ്, നമുക്ക് ടോട്ടലി 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. വാട്ട് ആർ ദേ? യെസ്, ഐ, ഇയർ, നോസ്, ടങ് ആൻഡ് സ്കിൻ. 5 സെൻസ് ഓർഗൻസ് ഉണ്ട് അല്ലേ? ഈ സെൻസ് ഓർഗൻസിൽ നമ്മൾ ഏതിനൊക്കെയാണ് റെസ്പോൺസ് ചെയ്യുന്നത്? ലൈറ്റ്, സൗണ്ട്, സ്മെല്ല്, ടേസ്റ്റ്, ടച്ച്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓരോന്നിനോടും റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റെസ്പോൺസ് ചെയ്യുന്നത്? സോ നമ്മളൊരു ന്യൂ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, സ്റ്റിമുലൈ. എന്താണ് സ്റ്റിമുലൈ എന്ന് വെച്ചാൽ? യെസ്, ദ സെൻസസ് that evoke responses in an organism is called stimuli. ഒരു ഓർഗാനിസത്തിൽ എന്തെങ്കിലും റെസ്പോൺസ് നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരാൾ ടച്ച് ചെയ്യുക, അത് നമ്മൾ അറിയുന്നുണ്ട്. സോ അവിടെ എന്താണ്? ഒരു സ്റ്റിമുലൈ രൂപപ്പെടുന്നുണ്ട്, ഒരു സ്റ്റിമുലൈ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. ഈ സ്റ്റിമുലൈ 2 ടൈപ്സ് ഉണ്ട്. വാട്ട് ആർ ദേ സ്റ്റിമുലൈ? എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സ്റ്റിമുലൈ. എക്സ്റ്റേണൽ സ്റ്റിമുലൈന് എക്സാമ്പിൾസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ടച്ച്, സ്മെല്ല്, സൗണ്ട്, എക്സെട്ര. ദെൻ ഇൻറ്റേർണൽ സ്റ്റിമുലൈ, ഇൻ കേസ് ഇൻസൈഡ് അവർ ബോഡി, നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ എന്തൊക്കെ സ്റ്റിമുലൈസ് ആണ് വരുന്നത്? യെസ്, ഹങ്കർ, തേഴ്സ്റ്റ്, എക്സെട്ര അല്ലേ? അത് നമ്മുടെ ഇൻസൈഡ് ബോഡി, അത് നമുക്ക് വിശപ്പ് അല്ലെങ്കിൽ ദാഹം അതുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഓൺ ദി സ്പോട്ടിൽ നമ്മൾ അറിയുന്നുണ്ട്. സോ അതാണ് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റിമുലൈ. അങ്ങനെ സ്റ്റിമുലൈ വിച്ച് മീൻസ് the senses that evoke responses in an organism is called stimuli, and 2 types stimuli are external stimuli and internal stimuli. Okay, then ഈ സ്റ്റിമുലൈസ് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ്? ഹൗ ഡസ് ദ ബോഡി റിസീവ് സ്റ്റിമുലൈ? എങ്ങനെയാണ് നമ്മുടെ ബോഡി ഈ സ്റ്റിമുലൈനെ റിസീവ് ചെയ്യുന്നത്? ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ഓക്കെ, these are specialized cells in the sense organs and other parts of the body to receive stimuli. The cells are known as receptors. They receive stimuli and generate suitable impulses. അതായത് നമ്മുടെ ബോഡിയിലൊരു സ്പെഷ്യലൈസ്ഡ് സെൽസ് കാണപ്പെടുന്നുണ്ട്. ഇവിടെ സെൻസ് ഓർഗൻസിലും അതുപോലെ വേറെ പാർട്സിലൊക്കെ സ്പെഷ്യലൈസ്ഡ് സെൽസ് കാണപ്പെടുന്നുണ്ട്. ഫോർ വാട്ട്? ടു റിസീവ് സ്റ്റിമുലൈ, സ്റ്റിമുലൈനെ റിസീവ് ചെയ്യാൻ. ആ സ്പെഷ്യലൈസ്ഡ് സെൽസിനെ വിളിക്കുന്ന പേരാണ് റിസെപ്റ്റേഴ്സ്. ദ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റിമുലൈനെ റിസീവ് ചെയ്യും ആൻഡ് ജനറേറ്റ് സ്യൂട്ടബിൾ ഇമ്പൾസസ്. സ്യൂട്ടബിൾ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യും. സോ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്താൽ എന്താണ് ഉണ്ടായിരുന്നത്? യെസ്, ഒരു ഇമ്പൾസ് നമ്മുടെ ബോഡിയിൽ ജനറേറ്റ് ചെയ്താൽ അത് ഓഫ് കോഴ്സ് എവിടെ എത്തിച്ചേരണം? ടു ദ ബ്രെയിൻ, ബ്രെയിനിൽ എത്തിച്ചേരണം അല്ലേ? അപ്പോൾ ബ്രെയിനിൽ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു കാരിയർ അവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. വാട്ട് ആർ ദ കാരിയർ? യെസ്, ദാറ്റ്സ് ന്യൂറോൺ ഓർ നെർവ്സ്. നെർവ്സ് നമ്മുടെ ബോഡിയിൽ ബ്രാഞ്ചസ് ആയിട്ട് കാണപ്പെടുകയാണ്. ഈ ന്യൂറോൺ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ദ ഇമ്പൾസസ് റീച്ച് ടു ദി ബ്രെയിൻ. സോ ദ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് നെർവസ് സിസ്റ്റം, നെർവസ് സിസ്റ്റത്തിൻ്റെ കോർഡിനേഷനും കൺട്രോളും വഴിയാണ് ഈച്ച് ഇമ്പൾസസ് ബ്രെയിനിൽ റീച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ നെർവസ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ന്യൂറോൺ എന്താണെന്ന് പറഞ്ഞു. സോ എന്താണ് നെർവ്? ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? വാട്ട്സ് അബൌട്ട് ദെയർ സ്ട്രക്ചർ? സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ന്യൂറോൺ. സോ ലുക്ക് അറ്റ് ദി പിക്ചർ. ദിസ് ഈസ് ദ പിക്ചർ ഓഫ് ആൻ ന്യൂറോൺ. ഓക്കെ, ന്യൂറോൺ, which means neuron
or nerve cell is the basic structural unit of a nervous system. ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റാണ് എന്ത്? ന്യൂറോൺ. അതായത് ഒരുപാട് ന്യൂറോൺസ് കൂടി ചേർന്നതാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ലൈക്ക് ഓൾ അതർ സെൽസ്, ന്യൂറോൺ ഹാവ് മെയിൻലി 3 പാർട്സ്. വേറെയുള്ള എല്ലാ സെല്ലിനെയും പോലെ ന്യൂറോൺസിലും മെയിനായിട്ട് 3 പാർട്സാണ് കാണപ്പെടുന്നത്. വിച്ച് ഓഫ് ദം? യെസ്, സൈറ്റോപ്ലാസം, സെൽ ബോഡി ആൻഡ് ന്യൂക്ലിയസ്. So those are the main parts of an neuron. ഇത് കൂടാതെ 6 പാർട്ട് കാണപ്പെടുന്നുണ്ട്. അതായത് ന്യൂറോണിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വാട്ട് ആർ ദ 6 ഡിഫറെൻറ്റ് പാർട്സ്? യെസ്, ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ഷ്വാൻ സെൽ, ആക്സോൺ, ആക്സോണൈറ്റ് ആൻഡ് സിനാപ്റ്റിക് നോബ്. ഓക്കെ, ഫസ്റ്റ് ഒരു ന്യൂറോണിൻ്റെ പിക്ചറിൽ ഫസ്റ്റ് കാണപ്പെടുന്ന ബ്രാഞ്ചസ് ആയി കാണപ്പെടുന്ന ഫസ്റ്റ് പാർട്ട് ഏതാണ്? ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് ഈസ് ദ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് കോൾ ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് ദ പാർട്ട് ദാറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം ദി അഡ്ജസൻറ്റ് ന്യൂറോൺ. നമ്മുടെ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്നത് ആരാണ്? ഈ ഡെൻഡ്രൈറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡെൻഡ്രോൺ. ഡെൻഡ്രോൺ ഈസ് ദ ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദി സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നുള്ള ഷോർട്ട് ഫിലമെൻ്റ് ആണ് ഡെൻഡ്രോൺ. ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു സെൽ ബോഡി. ഡെൻഡ്രോണിൻ്റെ ഫങ്ഷൻ എന്താണ്? ഡെൻഡ്രൈറ്റിൽ നിന്നുള്ള ഇമ്പൾസസിനെ സെൽ ബോഡിയിലേക്ക് എത്തിക്കുന്നത് ആരാണ്? യെസ്, ഓഫ് കോഴ്സ് ഇറ്റ്സ് ഡെൻഡ്രോൺ. ദെൻ ഷ്വാൻ സെൽ, ദ ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ആണ് ഒരു ന്യൂറോണിൻ്റെ ആക്സോൺ. ഈ ആക്സോണെ എൻസർക്കിൾ ചെയ്ത് കാണപ്പെടുന്ന ആ പാർട്ടിനെയാണ് ഷ്വാൻ സെൽ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എൻസർക്കിൾസ് ദി ആക്സോൺ ബൈ ഷ്വാൻ സെൽ. And next one is axon. Axon, which means it is the longest filament from the cell body. നമ്മുടെ സെൽ ബോഡിയിൽ നിന്നുള്ള ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ആണ് എന്ത്? ആക്സോൺ. ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദി സെൽ ബോഡി ടു ഔട്ട്സൈഡ്. ഈ ഇമ്പൾസസിനെ, അതായത് സെൽ ബോഡിയിലെത്തിയ ഇമ്പൾസസിനെ ഔട്ട്സൈഡിലേക്ക് ക്യാരി ചെയ്യുന്നത് ഹൂം? യെസ്, ഇറ്റ്സ് ആക്സോൺ. ദ നെക്സ്റ്റ് വൺ ഈസ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റ് മീൻസ് ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ. ഇത്രയും ലോങ്ങസ്റ്റ് ഫിലമെൻറ്റിന് സം ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഇതിൻ്റെ ബ്രാഞ്ചസിനെ വിളിക്കുന്ന പേരാണ് ആക്സോണൈറ്റ്. ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു ദി സിനാപ്റ്റിക് നോബ്. ഒരു ന്യൂറോണിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ് സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബിൽ ആരെത്തിക്കുന്നുണ്ട്? ഇമ്പൾസസിനെ റീച്ച് ചെയ്യുന്നത് ആക്സോണൈറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ഇതിന് ലാസ്റ്റ് വൺ സിനാപ്റ്റിക് നോബ്. ഇറ്റ് ഈസ് ദ ടിപ്പ് ഓഫ് ദി ആക്സോണൈറ്റ്. ആക്സോണൈറ്റിൻ്റെ ഏറ്റവും ടിപ്പാണ് എന്ത്? സിനാപ്റ്റിക് നോബ്. ദേ സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, so this is the main 6 parts and their functions and their peculiar features. All are you got it? Okay, so നമ്മൾ പറഞ്ഞു ആക്സോൺ എൻസർക്കിൾ ചെയ്യപ്പെട്ടിട്ടാണ് ഷ്വാൻ സെൽസ് കാണപ്പെടുന്നതെന്ന്. So axons of most of the neurons are repeatedly encircled by myelin, a membrane containing lipid. This is called myelin sheath. അതായത് നമ്മുടെ ആക്സോൺസ് എന്ത് വെച്ചിട്ട്? മൈലിൻ വെച്ചിട്ട്, ഒരു മെംബ്രെയിൻ കണ്ടെയ്നിങ് ലിപ്പിഡായിട്ടുള്ള മൈലിൻ വെച്ചിട്ട് എൻസർക്കിൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തിനെ വിളിക്കുന്ന പേരാണ് മൈലിൻ ഷീറ്റ്. ഓക്കെ, ദെൻ മൈലിൻ ഷീറ്റ് 2 ടൈപ്സ് കാണപ്പെടുന്നുണ്ട്. ലൈക്ക് നെർവസ് സിസ്റ്റത്തിലും ആൻഡ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിലും മൈലിൻ ഷീത്ത് 2 ഫോമായിട്ടാണ് കാണപ്പെടുന്നത്. നെർവ് സിസ്റ്റത്തിലെ മൈലിൻ ഷീത്ത് ഓഫ് നെർവ്സ് ഈസ് ഫോംഡ് ഓഫ് ഷ്വാൻ സെൽ. ഷ്വാൻ സെൽസ് എന്നാണ് നെർവ്സിൽ ഫോം ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എ സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് സെൽസ് എന്നാണ് മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത്. ദെൻ ഈ മൈലിൻ ഷീത്ത് വാട്ട് ദ കളർ ഓഫ് ആൻ മൈലിൻ ഷീത്ത്? യെസ്, എ ഷൈനി വൈറ്റ് കളർ. മൈലിൻ ഷീറ്റ് ഹാവ് എ ഷൈനി വൈറ്റ് കളറാണ്. ഈ മൈലിൻ ഷീത്ത് ബ്രെയിനിലും സ്പൈനൽ കോഡിലും മൈലിൻ ഷീറ്റ് അബൻഡൻസ്, അതായത് മോർ എമൗണ്ടിൽ കാണപ്പെടുകയാണെങ്കിൽ ദേ ആർ കോൾഡ്
Yes, white matter. And non-myelinated parts, അതായത് myelin sheetൻ്റെ amount കുറവാണെങ്കിൽ they are called grey matter. So myelin sheath two types ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഫ്രം നെർവ് എന്നാണെങ്കിൽ Schwann cell, and from brain and spinal cord and oligodendrocytes. It have a shiny white colored ആണ്. Then എന്താണ്, മോർ അബൻഡൻസിൽ കാണപ്പെടുകയാണെങ്കിൽ ദേ ആർ കാൾഡ് വൈറ്റ് മാറ്റർ. ആൻഡ് നോൺ മൈലിനേറ്റഡ് ആയിട്ട് ലിറ്റിൽ എമൗണ്ടിൽ കാണപ്പെടുകയാണെങ്കിൽ ദേ ആർ കാൾഡ് ഗ്രേ മാറ്റർ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ വി ഡിസ്കസ്ഡ് അബൌട്ട് myelin sheath and axon, sense organs and the stimuli. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ എന്താണ് മൈലിൻ ഷീത്ത്, എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത് ഇൻ നെർവ് സിസ്റ്റം ആൻഡ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ആൻഡ് അബൌട്ട് ദി സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് എ ന്യൂറോൺ, വാട്ട് അബൌട്ട് നെർവസ് സിസ്റ്റം. ഓക്കെ, സോ ടുഡേ we are going to learn about the functions of a myelin sheath. myelin sheathന് എന്തുണ്ട്? some functions ഉണ്ട്. So let's check it. Okay, functions of myelin sheath first point ആണ് it provide nutrients and oxygen to the axon. axon nutrients and oxygen provide ചെയ്യപ്പെടുന്നുണ്ട്. then next one accelerate impulse. ഇമ്പൾസിനെ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ, ഒരു ഇലക്ട്രിക് ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ അറ്റ് ലാസ്റ്റ് ഇറ്റ് പ്രൊട്ടക്റ്റ് ദി ആക്സോൺ ഫ്രം ദി എക്സ്റ്റേർണൽ ഷോക്സ്. എക്സ്റ്റേർണൽ ഷോക്സിൽ നിന്നും നമ്മുടെ ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ആൻ മൈലിൻ ഷീത്ത്? യെസ്, protect the axon from the external shock, act as an insulator, electric insulator, accelerate impulses, then provide nutrients and oxygen to the axon. So these are the main functions of a myelin sheath. So നമ്മൾ ഇമ്പൾസ് ഫോം ചെയ്തു അല്ലേ, നമ്മുടെ ബോഡിയിൽ ന്യൂറോൺസിൽ ഇമ്പൾസ് എങ്ങനെയാണ്, ഹൗ ടു ട്രാൻസ്മിറ്റ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു സിനാപ്റ്റിക് നോബ്, അതുവരെ എങ്ങനെയാണെന്ന് പറഞ്ഞു. സോ വാട്ട് ആർ ദ അല്ലെങ്കിൽ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. എങ്ങനെയാണ് ഈ ഇമ്പൾസസ്, ഹൗ ഇറ്റ് ജനറേറ്റ് and how it transmit from one neuron to another neuron. Let's check it. First of all, my students, please observe the picture of this the transmission and generation of impulses. Okay, what do you understand from the picture? Yes, the outer surface of the plasma membrane of a neuron. ഒരു ന്യൂറോണിൻ്റെ outer surface they are distributed positively charged and the inner surface is negatively charged. Like, okay, നമുക്ക് ആ പിക്ചർ കണ്ടാൽ മനസ്സിലാക്കാം. ഔട്ടർ സർഫസ് പോസിറ്റീവ്ലി ചാർജും ഇന്നർ സർഫസ് നെഗറ്റീവ്ലി ചാർജുമാണ്. ദിസ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർട്ടൻ അയൺസ്. ഈ ചാർജ് ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താണ്? വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? യെസ്, ഡിഫറൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർട്ടൈൻ അയൺസ്. ചില അയൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ഒരു ഡിഫറൻസ് കൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ്റെ ഔട്ടർ സർഫസിൽ പോസിറ്റീവും ഇന്നർ സർഫസിൽ നെഗറ്റീവ് ചാർജും. ദെൻ വെൻ സ്റ്റിമുലേറ്റർ, ഒരു സ്റ്റിമുലസ് വരുമ്പോൾ വാട്ട് ഹാപ്പൻഡ്? യെസ്, ദ ചാർജസ് ചേഞ്ചസ് like distribution of ions in the particular part changes and hence inner surface become positively charged and outer surface become negatively charged. അതായത് എവിടെയാണോ സ്റ്റിമുലസ് വരുന്നത് ആ പാർട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്,
ദ ചേഞ്ചസ് ഓഫ് ചാർജസ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ഔട്ടർ സർഫസിൽ നെഗറ്റീവും ഇന്നർ സർഫസിൽ പോസിറ്റീവാവും ആ ഒരു പോയിന്റിൽ, ആ ഒരു പെർട്ടിക്കുലർ പാർട്ടിൽ. ദെൻ ഇറ്റ് ചേഞ്ചസ് ടു ദി നെക്സ്റ്റ് പാർട്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ന്യൂറോണിൽ തന്നെ ആ ഒരു പാർട്ടിൽ അവിടെ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല, അത് നെക്സ്റ്റ് പാർട്ടിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. സോ ഇതെന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു പാർട്ടിൽ നിന്നും ഇറ്റ് മൂവ്സ് ഫ്രം വൺ പാർട്ട് ടു നെക്സ്റ്റ് പാർട്ട്. സോ ഇതിങ്ങനെ ഒരു ന്യൂറോണിൽ നിന്ന് തന്നെ ആ ഒരു സ്റ്റിമുലസ് വരുമ്പോൾ ആ ചാർജസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യാണ്? യെസ്, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ദീസ് മൊമെൻ്ററി ചാർജ് ഡിഫറൻസസ് സ്റ്റിമുലേറ്റ് ഇറ്റ്സ് അഡ്ജസൻറ്റ് പാർട്ട് ആൻഡ് സിമിലർ ചേഞ്ചസ് ഒക്കേഴ്സ് there too. As this process proceeds, impulses get transmitted as an electric charge. സോ ഈ ഇമ്പൾസസ് എന്തായിട്ട് മാറണം? ഒരു ഇലക്ട്രിക് ചാർജ് ഫോമിലായിട്ട് മാറുകയാണ്. ദെൻ ദ ട്രാൻസ്മിറ്റഡ് ത്രൂ ദി ന്യൂറോൺ. സോ ദ ഇമ്പൾസസ് എന്ത് ചെയ്യാണ്? യെസ്, ഈ ന്യൂറോൺസ് വഴി അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് പോവുകയാണ്. ലൈക്ക് നമ്മുടെ ഇവിടെ എത്തും ലാസ്റ്റ് ഫൈനൽ ഇത് ഏത് ഇമ്പൾസസും ഏത് സ്റ്റിമുലസും റീച്ച് ചെയ്യപ്പെടുന്ന എവിടെയാണ്? യെസ്, ഇൻ അവർ ബ്രെയിനേ ഉള്ളൂ അതിനുള്ള എന്ത് കൊടുക്കുന്നത്? റിപ്ലേസ് കൊടുക്കുന്നത്. സോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യെസ്, ഓരോ എക്സ്പീരിയൻസിനോടും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളതിനോട് റെസ്പോൺസ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇമ്പൾസസിൻ്റെ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെർവസ് സിസ്റ്റം നമ്മുടെ ബോഡിയിൽ അപ് ടു ആയിട്ട്, അതായത് ബ്രാഞ്ചസ് ആയിട്ട് ഫുൾ അങ്ങ് കാണപ്പെടുകയാണ് അല്ലേ? അപ്പോൾ ഈ ന്യൂറോൺസ് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അങ്ങനെയാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ബോഡിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ രണ്ട് ന്യൂറോണുകൾക്ക് അല്ലെങ്കിൽ ഈ ന്യൂറോൺസിനൊക്കെ ഇടയിൽ ഒരു സ്പേസ് കാണപ്പെടും, അല്ലെങ്കിൽ ഇതിന് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. വാട്ട്സ് എ കോൾഡ്? യെസ്, ദാറ്റ്സ് സിനാപ്സ്. സോ ലുക്ക് അറ്റ് ദി പിക്ചർ ഓഫ് എ സിനാപ്സ്. ഓക്കെ, സിനാപ്സിൻ്റെ പിക്ചർ കണ്ടോ? ഫ്രം ദി പിക്ചർ വാട്ട് യു അണ്ടർസ്റ്റാൻഡ്? യെസ്, സിനാപ്സ്, which means it's the junction between two neurons. രണ്ട് ന്യൂറോൺസുകൾ തമ്മിലുള്ള ആ ജംഗ്ഷന് വിളിക്കുന്ന പേരാണ് എന്താ? സിനാപ്സ്. സിനാപ്സിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിനാപ്സ് കാണുന്നുണ്ട്. ഓക്കെ, സിനാപ്സ് ലൈക്ക് ഒരു ന്യൂറോണും മസിൽ സെല്ലും, ലൈക്ക് ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ ആൻഡ് ന്യൂറോൺ ടു ന്യൂറോൺ. അങ്ങനെ ലുക്ക് അറ്റ് ദീസ് 3 pictures. Okay, different types of synapse ആണ്. That means synapse is the junction between two neurons, or a neuron and a muscle cell, or a neuron and a glandular cell. Okay, then when an electric impulses from the axon reaches the synaptic knob, certain chemical substances are secreted from there to the synaptic cleft. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇമ്പൾസ് ആക്സോൺ വഴി എവിടെ എത്തും? യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് റീച്ചസ് ദി സിനാപ്റ്റിക് നോബ്. സോ സിനാപ്റ്റിക് നോബ് നമ്മൾ പറയുന്നത് ടിപ്പ് ഓഫ് ദി ആക്സോൺ ആയിട്ടാണ് അല്ലേ? സോ ദേ സെക്രീറ്റ് യെസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഈ രണ്ട് സ്പേസിനിടയ്ക്കുള്ള അവിടെയാണ് എന്ത്? സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്കാണ് സിനാപ്റ്റിക് നോബ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? യെസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. സോ the neurotransmitters, they stimulate the adjacent dendrite of the cell and new electric impulses are generated. So the neurotransmitters എന്ത് ചെയ്യാണ്? adjacent ന്യൂറോണിനെ അല്ലെങ്കിൽ ഈ സെല്ലിനെ എന്ത് ചെയ്യാണ്? ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സോ എന്ത് ചെയ്യും? ഇവിടെ നിൽക്കുന്ന ആ ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ സ്റ്റിമുലൈ ഓഫ് കോഴ്സ് പാസ് ടു ദി നെക്സ്റ്റ് ഡെൻഡ്രൈറ്റ് ഓഫ് ആ ന്യൂറോൺ. അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലേക്ക് പാസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ആ സിനാപ്റ്റിക് ക്ലഫ്റ്റിലൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ട് അങ്ങ് ആ ഇമ്പൾസസിനെ അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്യും. എക്സാമ്പിൾസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് അസറ്റൈൽ കൊളൈൻ ആൻഡ് ഡോപ്പമൈൻ. സോ എന്താണ് സിനാപ്സ് എന്നുള്ളത് മനസ്സിലായല്ലോ. സോ വാട്ട്സ് എ ഫങ്ഷൻ ഓഫ് സിനാപ്സ്? എന്താണ് ഈ സിനാപ്സിൻ്റെ ഫങ്ഷൻ? സിനാപ്സ് എന്തിനാണ് ന്യൂറോൺസിൻ്റെ ഇടയിൽ എന്താണ് അതിൻ്റെ ഫങ്ഷന്? യെസ്, ഇറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്. നമ്മുടെ ഈ വരുന്ന ഇമ്പൾസസിൻ്റെ ഡയറക്ഷനും സ്പീഡും റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് ആരാണ്? യെസ്, ഇറ്റ്സ് സിനാപ്സ്. ഓക്കെ,
Then next, different types of neuron. ഓക്കെ, ന്യൂറോൺ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് എ നെർവസ് സിസ്റ്റമാണ്. നമ്മുടെ ഇമ്പൾസിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട്, നമ്മൾ വരുന്ന ഇമ്പൾസിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ന്യൂറോൺസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 types. What are they? Yes, sensory neurons and motor neurons. Sensory neurons carry impulses to the brain and spinal cord. That means നമ്മുടെ ബോഡിയിലുള്ള ഡിഫറെൻറ്റ് പാർട്സിൽ നിന്നും ഇമ്പൾസസിനെ സ്പൈൻ ആൻഡ് ബ്രൈനൽ കോഡിൽ എത്തിക്കുന്നത് ആരാണ്? ബ്രൈൻ ആൻഡ് സ്പൈനൽ കോഡിൽ എത്തിക്കുന്നത് ആരാണ്? യെസ്, ഇറ്റ് ഈസ് സെൻസറി ന്യൂറോൺസ്. That means it carries impulses to the brain and spinal cord. That is sensory neuron. Motor neuron എന്ന് വെച്ചാൽ എന്താണ്? Yes, it carries impulses from the brain and spinal cord to various parts of the body. അതായത് നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നും ബ്രെയിനിൽ നിന്നും വേരിയസ് ബോഡി പാർട്സിലേക്ക് ഇമ്പൾസസിനെ റീച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? Yes, it's motor neurons. So that's about the sensory neuron and motor neurons are different types of a neuron. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. അതായത് എങ്ങനെയാണ് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഔട്ടർ സർഫസിലെത്തുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആകും, ദെൻ ഒരു സ്റ്റിമുലേറ്റ് വരുമ്പോൾ അത് എന്ത് ചെയ്യും? ചാർജസ് അൾട്ടിമേറ്റ്ലി ചേഞ്ച് ആവും, ദെൻ അത് പാർട്ട് ബൈ പാർട്ട് അങ്ങ് ഇലക്ട്രിക് ചാർജസ് ആയിട്ട് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യും. ദെൻ 2 ന്യൂറോൺസിൻ്റെ ഇടയിലുള്ള സ്പേസ് നമ്മൾ വിളിച്ചിരുന്ന പേരായിരുന്നു സിനാപ്സ്. ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺസ്, ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ, ഒരു ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ. ഈ ഒരു സ്പേസിന് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? യെസ്, അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റിനെ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഈ ഇമ്പൾസസ് അങ്ങ് പാസ് ചെയ്യും. എക്സാമ്പിൾസ് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? acetylcholine and dopamine. And what's the function of synapse? Yes, it regulates the speed and direction of the impulses. Impulses in the speed and direction regulate and the different types of neurons. Okay, so that's all about today's class. Thank you.